കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ശബരിമല ക്ഷേത്രത്തിന്റെ തന്ത്ര സമുച്ചയ വിധികളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കാനും അതിന്റെ നടപടിക്രമങ്ങൾ നോക്കാനുമൊക്കെ ദേവസ്വം കമ്മീഷണർക്കും പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രത്തിലെ തിരുവാഭരണ കമ്മീഷണർക്കും ഒക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നതാണ്. ശബരിമല ക്ഷേത്രം തന്ത്രിയാണ് ഇത് നന്നാക്കാൻ എന്താണ് പണികൾ നടത്തുന്നതിന് അനുവാദം നൽകുന്നത്. എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്? അതിവിടെ ഗോപാലകൃഷ്ണൻ എന്താണ് സ്റ്റോറികൾ ഉണ്ടാക്കുകയാണല്ലോ. ഈ സത്യാനന്തര കാലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഥകൾ ഉണ്ടാക്കുകയാണല്ലോ. ഇത് പെട്ടെന്ന് പിണറായി വിജയനുമായി ബന്ധിപ്പിക്കരുത്. പിണറായി വിജയനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ എന്ത് ദൃശ്യ തെളിവുകളാണ് ഗോപാലകൃഷ്ണന്റെ കയ്യിലുള്ളത്? ഈ ചർച്ചയിൽ അഭിലാഷ് ചോദിക്കട്ടെ, അത്തരം നിരുത്തരവാദപരമായ ഇതുപോലുള്ളൊരു ചർച്ചയിൽ കടന്നു വന്നിട്ട് പിണറായി വിജയന് ബന്ധമുണ്ട്, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ എന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ ഇവിടെ കാണിക്കാൻ പറ്റുമോ? അത് വഴിയേ അറിഞ്ഞോളൂ. തന്ത്രിയല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഒരല്പം നാണം വേണ്ട ഇങ്ങനെ പറയാൻ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ബോർഡ് അല്ലേ മിസ്റ്റർ KT കുഞ്ഞുക്കണ്ണൻ ഈ സാധനം കൊടുത്തയച്ചത്? അല്ലാതെ ആരും അറിയാതെ നിങ്ങൾ തെരുവിൽ അർദ്ധരാത്രിയുടെ ആമത്തിൽ അവിടെ രണ്ട് യുവതികളെ കയറ്റിയ പോലെ തന്ത്രി രാത്രി ഈ ഇയാളുടെ കയ്യിൽ ഈ പോറ്റിയുടെ കയ്യിൽ എടുത്തു കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്തും മര്യാദകളാണ് മിസ്റ്റർ ഇത് പറയുന്നത്? വാസ്തവത്തിൽ ഈ പോറ്റി അടക്കമുള്ള ഈ കള്ളന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ്. ആ സ്വർണത്തിന്റെ കവചം, ആ കവചം കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ അത് കവചമാണോ സ്വർണം പൂശിയതാണോ അത് ചെമ്പാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ദേവസ്വം ബോർഡിനല്ലേ? ഇനി അതേ ദേവസ്വം ബോർഡ് ഈ തെറ്റുവരുത്തിയവനെ 40 ദിവസം വഹിച്ചവനെ ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചവനെ ഇത് കൊണ്ടുപോയ ഒരുത്തനെ വീണ്ടും ഇപ്പൊ എടുത്തു കൊടുക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പൊ അവന് തന്നെ ഇത് എടുത്തു കൊടുക്കണമെങ്കിൽ ഇതൊക്കെ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? എൻ്റെ കുഞ്ഞിക്കണ്ണ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? കുഞ്ഞിക്കണ്ണൻ ഇരുന്ന് തന്ത്രിയെ തെറി പറയുമ്പോൾ ഇത് എടുത്തോണ്ട് പോയി വീണ്ടും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബന്ധമില്ലേ? ഞാനിവിടെ മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് വളരെ ശക്തമായി പറയാൻ ആഗ്രഹിക്കുക, ശബരിമലയിലെ ഈ ദേവസ്വം പ്രസിഡന്റിന്റെ ഏജന്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയാ, ആ പ്രസിഡന്റ് അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയില്ല. കഴിയില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പ്രസിഡന്റിനാണ്. പ്രസിഡന്റിനാവുമ്പോൾ അത് മന്ത്രിക്കാണ്, ദേവസ്വം വകുപ്പിനാണ്. അതുകൊണ്ടാണ് ഇത് ഗവൺമെന്റിന് എന്ന് പറയുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഗോപാലകൃഷ്ണൻ എവിടുന്ന രേഖ കാണിക്കാൻ. ഞാൻ സബ്ജക്ട് ടു കറക്ഷനിലാണ് പറഞ്ഞത് അഭിലാഷിനോട്. കേരളത്തിലെ മാതൃഭൂമി പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം അതിന്റെ ഓൺലൈന് ആ ഓൺലൈൻ ഇന്ന് ഇറക്കിയിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ഞാൻ പറയണേ, ഞാൻ ചോദിക്കട്ടെ, പല ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ വളരെ രഹസ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പിണറായി വിജയനും മാത്രമായി നിന്ന് സംസാരിക്കോ? ആ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചെയ്യോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയും പിണറായി വിജയനും മാത്രം നിന്ന് സംസാരിക്കുന്നതാണ്, പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രമാണ് ആ ഓൺലൈൻ വന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ പത്രം. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ശബരിമലയിലെ ഒരു മിനിറ്റ് ഞാനിപ്പോൾ തീർക്കാം, അദ്ദേഹത്തിന് സംശയം ഉണ്ടല്ലോ, അതറിയാൻ വേണ്ടി ഞാൻ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാളുമായി സംസാരിച്ചു. അപ്പോൾ എന്നോട് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇയാൾക്ക് ഈ ബന്ധമുണ്ടെന്നാണ്. അയാൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഈ തക്കട തരികട തല്ലിപ്പൊളിക്ക് അയാളൊരു ഏജന്റാണ്. ആരുടെ ഏജന്റാ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഈ ഗവൺമെന്റിന്റെയും ഏജന്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇതൊക്കെ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? എൻ്റെ കുഞ്ഞിക്കണ്ണ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.